ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. കോവിഡ് വാക്സിന്റെ ട്രൈ റൺ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ജനുവരി 2 മുതൽ നടത്തും. ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് തീരുമാനം. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ പ്രിൻസിപ്പൽ സെക്രട്ടറി, സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ വെർച്വലായി പങ്കെടുത്തു. ഓരോ സംസ്ഥാന തലസ്ഥാനത്തും 3 സ്ഥലങ്ങൾ വീതം കണ്ടെത്തി ട്രൈ റൺ നടത്താനാണ് തീരുമാനം. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും നഗരങ്ങളിലും ട്രൈ റൺ നടത്തും. കോവിഡ് വാക്സിന്റെ പഴുതുകളടച്ച വിതരണം സുഗമമാക്കുകയാണ് ട്രൈ റണ്ണിന്റെ ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിക്ക് രാജ്യം തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ എയിംസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ വിതരണത്തിനുള്ള തയ്യാറെടുപ്പ് അന്തിമഘട്ടത്തിലാണെന്നും അടുത്ത വർഷം അവസാനത്തോടെ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. സ്വാസ്ഥ്യമാണ് സമ്പത്ത്. 2020 നമ്മെ ഇക്കാര്യം വളരെ നന്നായി പഠിപ്പിച്ചു. ആഗോള ആരോഗ്യരംഗത്ത് ഇന്ത്യ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 2021 ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മരുന്നും മുൻകരുതലുമായിരിക്കണം 2021 നമ്മുടെ മന്ത്രമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 5215 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 520, തൃശൂർ 515, പത്തനംതിട്ട 512, കോട്ടയം 481, ആലപ്പുഴ 425, തിരുവനന്തപുരം 420, കൊല്ലം 402, മലപ്പുറം 388, കണ്ണൂർ 302, പാലക്കാട് 225, ഇടുക്കി 190, വയനാട് 165, കാസർഗോഡ് 96 എന്നിങ്ങനെയാണ് രോഗബാധ. ഇന്ന് 5376 പേർ രോഗമുക്തി നേടി. അടുത്തിടെ യുകെയിൽ നിന്നും വന്ന 32 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,283 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.95%. 30 മരണം കൂടി കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3072 ആയി. 65,202 പേരാണ് ഇനി ചികിത്സയിൽ ഉള്ളത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരായി കേരള നിയമസഭ പ്രമേയം പാസാക്കി. പ്രത്യേക സമ്മേളനം ചേർന്നാണ് സഭ ശബ്ദ വോട്ടോടെ പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. പുതിയ നിയമം കർഷകരിൽ കടുത്ത ആശങ്കയുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കളുടെ വരവ് നിലച്ചാൽ സംസ്ഥാനം പട്ടിണിയിലാകും. കാർഷിക രംഗത്തെ പരിഷ്കാരങ്ങൾ ശ്രദ്ധാപൂർവ്വം വിഭാവനം ചെയ്ത് നടപ്പാക്കേണ്ടതാണ്. കോർപ്പറേറ്റ് അനുകൂലവും കർഷക വിരുദ്ധവുമാണ് കാർഷിക നിയമ ഭേദഗതിയെന്നും പ്രമേയത്തിലുണ്ട്. നിയമത്തിനെതിരായ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കാനും പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനുമാണ് പ്രമേയം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നാളെ മുതൽ SSLC, +2 ക്ലാസുകൾ തുടങ്ങും. സംശയ ദൂരീകരണത്തിനും പ്രാക്ടിക്കലിനുമായാണ് കുട്ടികൾ സ്കൂളിൽ എത്തുക. ഒരേ സമയം 50% കുട്ടികളെ മാത്രമേ ക്ലാസുകളിൽ അനുവദിക്കൂ. ആദ്യത്തെ ഒരാഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ക്ലാസുകൾ ക്രമീകരിക്കണം. 10-12 ക്ലാസുകളിൽ 300-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒരേ സമയം 25% കുട്ടികളെ അനുവദിക്കുന്നതാണ് ഉചിതമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. കുട്ടികൾക്ക് ഹാജർ നിർബന്ധമല്ല. ക്ലാസുകളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി ക്ലാസുകൾ നൽകാവുന്നതാണ്. സ്കൂളുകളിൽ മാസ്ക്, ഡിജിറ്റൽ തെർമോമീറ്റർ, സാനിറ്റൈസർ, സോപ്പ് എന്നിവ സജ്ജമാക്കണം. രക്ഷിതാക്കളുടെ സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ ക്ലാസിൽ ഇരുത്താവൂ. കുട്ടികൾ തമ്മിൽ 2 മീറ്റർ ശാരീരിക അകലം പാലിക്കേണ്ടതാണ്. കോവിഡ്-19 മഹാമാരി പൂർണ്ണമായും കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ വരുന്ന അധ്യയന കാലത്തെ ആത്മവിശ്വാസത്തോടെയും ജാഗ്രതയോടെയും നേരിടണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനം ഇപ്പോഴും കോവിഡിൽ നിന്നും മുക്തമല്ല. കോവിഡിന്റെ ആശങ്കയ്ക്കിടയിൽ ഈ വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴിയാണ് നടത്തിയത്. പക്ഷേ പൊതുപരീക്ഷയുള്ള 10ാം ക്ലാസും 12ാം ക്ലാസും മറ്റു കോളേജ് തല ക്ലാസുകളും ഇനിയും അടച്ചിടാൻ സാധിക്കില്ല. ജനുവരി ആദ്യവാരത്തോടെ സ്കൂൾ കോളേജ് തല ക്ലാസുകൾ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾ പേടിച്ച് സ്കൂളിൽ എത്താതിരിക്കരുത്. എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. പരീക്ഷകൾ മെയ് 4-ന് തുടങ്ങി ജൂൺ 10-നകം പൂർത്തിയാക്കണം. പ്രാക്ടിക്കൽ പരീക്ഷകൾ മാർച്ച് 1 മുതൽ ആരംഭിക്കും. ഫലപ്രഖ്യാപനം ജൂലൈ 15-ന് ഉണ്ടാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് ആണ് ഇക്കാര്യം അറിയിച്ചത്.
പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഈ അധ്യയന വർഷം പുതുതായി 1.75 ലക്ഷം കുട്ടികൾ പ്രവേശനം നേടിയതായി സംസ്ഥാന സർക്കാർ. ഈ വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പിന് ശേഷമുള്ള പ്രാഥമിക വിലയിരുത്തലാണ് ഇത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കാൻ തുടങ്ങിയ ശേഷം 4 വർഷത്തിനുള്ളിൽ 6.8 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതിയതായി വന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊള്ളലേറ്റ് മരിച്ച രാജൻ, അമ്പിളി എന്നിവരുടെ മക്കൾക്ക് വീടും സ്ഥലവും ധനസഹായവും നൽകുന്നതിനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ മുൻഗണനാക്രമത്തിൽ വീട് വച്ച് നൽകും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കും. ലോട്ടറി ചട്ടത്തിലെ ഭേദഗതികൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. കോടതി വിധി മുതലെടുക്കാനുള്ള ലോട്ടറി മാഫിയയുടെ ശ്രമങ്ങളെ തടയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഷിഗല്ല സംശയിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന എറണാകുളം ചോറ്റാനിക്കര സ്വദേശിനിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഡിസംബർ 23-ന് ചികിത്സ തേടിയ ഇവർ കഴിഞ്ഞ ദിവസം രോഗമുക്തയായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. രോഗബാധ കണ്ടെത്തിയ വീട്ടിലെ ഉൾപ്പെടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 7ാമത് സാമ്പത്തിക സെൻസസിന്റെ 2ാം ഘട്ടം കണ്ണൂരിൽ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സൂപ്പർവൈസർമാർക്ക് പരിശീലനം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി KU ശശിധരൻ. വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ, വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ മുഴുവൻ സംരംഭങ്ങളുടെയും വിവരങ്ങളാണ് സാമ്പത്തിക സെൻസസിലൂടെ ശേഖരിക്കുന്നത്. സാമ്പത്തിക സംരംഭം നടത്തുന്ന എല്ലാ കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഇതിന്റെ പരിധിയിൽ വരും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന സാമ്പത്തിക സെൻസസിൽ യഥാർത്ഥ വിവരങ്ങൾ നൽകണമെന്ന് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ ആൻഡ്രൂസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 15-നകം ജില്ലയിലെ സാമ്പത്തിക സർവേ പൂർത്തിയാക്കാനാണ് പദ്ധതി. 2020 വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലോകം മുഴുവൻ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടം തുടരുമ്പോഴാണ് 2020 മറയുന്നത്. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ദുരിതവർഷമെന്ന് നിസ്സംശയം പറയേണ്ടി വന്ന ഒരു വർഷം. ആഘോഷങ്ങളും യാത്രകളും കൂടിച്ചേരലുകളും എല്ലാം ഇല്ലാതിരുന്ന വർഷം. മനുഷ്യത്വമാണ് എല്ലാറ്റിനും മുകളിൽ എന്ന് ബോധ്യപ്പെടുത്തിയ വർഷം. 2020-ൽ കേരളം ഒരു തിരിഞ്ഞുനോട്ടം. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയാകാൻ കേരളത്തിന് സാധിച്ച വർഷമാണ് കടന്നുപോകുന്നത്. രാജ്യമാകെ ലോക്ഡൌണിലായപ്പോൾ നമ്മുടെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളും ജനകീയ കൂട്ടായ്മകളും മനുഷ്യത്വത്തിന്റെ ഉത്തമ മാതൃകകളായി. കോവിഡ് പ്രതിരോധത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളം സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ചരിത്രത്തിലാദ്യമായി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിൽ ഓൺലൈൻ ക്ലാസുകൾ നടപ്പിലാക്കി. കൊറോണ വൈറസ് മൂലം സംസ്ഥാനത്ത് ഇതുവരെ 3048 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. പെട്ടിമുടിയിൽ ഓഗസ്റ്റ് 6-നുണ്ടായ മണ്ണിടിച്ചിലിൽ 63 പേർ മരണമടഞ്ഞു. തൊട്ടടുത്ത ദിവസമുണ്ടായ കരിപ്പൂർ വിമാനാപകടം കേരളത്തെ ആകെ ഞെട്ടിച്ചു. അപകടത്തിൽ 19 പേർ മരണമടഞ്ഞു. മലയാള സാഹിത്യ, സാംസ്കാരിക, ചലച്ചിത്ര, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ നമ്മെ വിട്ടുപിരിഞ്ഞ വർഷം കൂടിയാണ് 2020. സാഹിത്യരംഗത്ത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, സുഗതകുമാരി, UA ഖാദർ, പുതുശ്ശേരി രാമചന്ദ്രൻ, ചുനക്കര രാമൻകുട്ടി, സുധാകർ മംഗളോദയം തുടങ്ങിയവരും, ചലച്ചിത്ര രംഗത്ത് സംഗീത സംവിധായകൻ MK അർജുനൻ, അഭിനേതാക്കളായ കലിംഗ ശശി, രവി വള്ളത്തോൾ, അനിൽ നെടുമങ്ങാട്, സംവിധായകൻ സച്ചി തുടങ്ങിയവരും, രാഷ്ട്രീയ രംഗത്ത് മുൻ മന്ത്രി CF തോമസ്, മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ തുടങ്ങിയ പ്രമുഖരുമാണ് 2020-ൽ കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞത്. ദുരന്തങ്ങൾ വിട്ടൊഴിഞ്ഞ് പുത്തൻ പ്രതീക്ഷയുമായാണ് ലോകം മുഴുവൻ 2021-നെ വരവേൽക്കാനിരിക്കുന്നത്. കോവിഡ് വാക്സിന്റെ വരവും നവീന ആശയങ്ങളുടെയും സംരംഭങ്ങളുടെയും ആവിർഭാവവും 2021-ൽ പുതിയൊരു ലോകത്തേക്കുള്ള തുടക്കമാകട്ടെ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. സംസ്ഥാനത്ത് പുതുവത്സരാഘോഷ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി. ജനക്കൂട്ടവും ആഘോഷങ്ങളും ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ഉണ്ടാകില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തും. ഇതിനായി ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിക്കും. ശബ്ദകോലാഹലങ്ങൾ തടയുന്നതിനും നടപടി സ്വീകരിക്കും. ഹോട്ടലുകളിലും മറ്റും കോവിഡ് സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കും. ലഹരിക്കടത്ത് തടയാനായി പ്രത്യേക പരിശോധന നടത്തും. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, അമിതവേഗം എന്നിവ കണ്ടെത്തുന്നതിനും പ്രധാന കേന്ദ്രങ്ങളിൽ പരിശോധനയുണ്ടാകും. നാളെ രാത്രി 10 മണിവരെ പോലീസ് ജാഗ്രത തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TV എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി വാർത്താ വിഭാഗത്തിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.